ഇതുണ്ടോ, ഇവരൊക്കെ എന്നെ കളിയാക്കും. പക്ഷെ ഇതൊക്കെ ഓരോ മനുഷ്യരുടെയും വ്യക്തിപരമായ ഇഷ്ടമല്ലേ. പാതി വെളിച്ചത്തിലൂടെ എൻ്റെ പാതി വെളിച്ചത്തിലൂടെ ഓക്കെ. അപ്പം നമ്മുടെ സെഗ്മെൻറ്റിനുള്ള ഭാഗം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ. ഹായ്. അപ്പോഴേ ഇന്നിപ്പോൾ ഒരു ശനിയാഴ്ചയാണ്. ഇന്ന് മണ്ണില്ലേ, മണ്ണ് മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാം. വീട്ടിൽ ചെടി നടാനും അതിനൊക്കെ ആയിട്ട് മണ്ണ് മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകണം. പിന്നെ അതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. പുറത്തല്ല, വീട്ടിൽ. അങ്ങനെ അതേപോലെ വണ്ടി എടുത്തുകൊണ്ട് വരും. ഇപ്പം അവിടെ ഞാൻ ചുമ്മാ ഇൻട്രോ എടുത്തുണ്ടെങ്കിൽ നടന്നപ്പോൾ ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് നടന്നതാണ്. അതാണ്. ഇതിപ്പോൾ ഒച്ചയായിട്ട് ടെക്കുന്നു തട്ടിയോ? എന്ത് പെട്ടെന്ന് കാലാവസ്ഥ മാറി നോക്കി. ഇപ്പം ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് 1 മിനിറ്റ് മുമ്പ് മഴ പെയ്തതാണേ. കണ്ടോ, നനഞ്ഞ് നടക്കുന്നുണ്ടോ? പെട്ടെന്ന് വെയിൽ വന്നു. പാല് മേടിക്കാൻ ഇറങ്ങിയതാണ്. രണ്ട് കുപ്പി പാല്. ഹലോ, 2 കുപ്പി പാല്. താങ്ക് യു. പേയ്മെൻറ്റ് ചെയ്തായിരുന്നു. അത് പിന്നെ ഗൂഗിൾ പേ ചെയ്തു. ഫോണിൽ തന്നെയല്ലേ റെക്കോർഡിങ്, അപ്പോൾ അതുകൊണ്ട് പേ ചെയ്യുന്നത് കാണിക്കാൻ പറ്റിയില്ല. അയ്യോ, അവളെന്തി പോവാ. ഹലോ, ഫോട്ടോസൊക്കെ ഇതാണ് നമ്മൾ മണ്ണ് മേടിക്കുന്ന സ്ഥലം. എനിക്കാണെങ്കിൽ ഭയങ്കര നാണക്കേട് ഫീൽ ചെയ്തതാണ്. എനിക്ക് ഈ ബർമൂഡ ഇട്ട് പുറത്തുള്ളത് ഒട്ടും ഇഷ്ടമല്ല. ഒട്ടും കംഫർട്ടല്ല കാര്യത്തിനകത്ത്. ഇതല്ല കാര്യം ഇപ്പം എല്ലാവരും ഇടാറൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇതൊക്കെ ഓരോരുത്തരെയും വ്യക്തിപരമായ ചോയ്സില്ലേ. അപ്പം ഇതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായൊരു ചോയ്സാണല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ ബർമൂഡ ഇട്ട് പുറത്തിറങ്ങാൻ ഇത് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു ഷെയിം ഫീലാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ അതിൻ്റെ പുറത്തിറങ്ങുന്ന കാര്യം ഞാൻ പാൻറ്റിൻ്റെ കാര്യമുള്ളായിരുന്നു. ഇവരൊക്കെ എന്നെ കളിയാക്കും. പക്ഷെ ഇതൊക്കെ ഓരോ മനുഷ്യരുടെയും വ്യക്തിപരമായ ഇഷ്ടമല്ലേ. അല്ലേ, ചില ആൾക്കാർക്ക് മുണ്ടെടുക്കുന്നവരായിരിക്കും, അവർക്ക് മുണ്ടെടുത്ത് പോകാനായിരിക്കും കംഫർട്ട്. പാൻറ്റ് ഇടാൻ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ തന്നെ ഇതൊക്കെ ഓരോരുത്തരെയും കംഫർട്ടല്ലേ. അപ്പോൾ എൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻറ്റ്സാണ്. എനിക്ക് മുണ്ടെടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുണ്ടെടുത്ത് പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷേ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ സമ്മതിക്കത്തില്ല. അതാണ്. ഇവിടെ കുറേ ചെടികളുണ്ട്. ഇത് ഏതൊക്കെ ചെടിയെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതിപ്പം അത് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. അപ്പം നമ്മുടെ സെഗ്മെൻറ്റിനുള്ളൊരു ഭാഗം ഇവിടുന്ന് കിട്ടി. അതായത് ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ സെഗ്മെൻറ്റ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം. ഇനി അറിയാത്തവർക്ക് വേണ്ടി നമ്മുടെ സെഗ്മെൻറ്റിൻ്റെ പേര് പാതി വെളിച്ചത്തിലൂടെ എൻ്റെ പാതി വെളിച്ചത്തിലൂടെ ഓക്കെ. അപ്പം നമ്മുടെ സെഗ്മെൻറ്റിനുള്ള ഭാഗം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ചെടികളാണല്ലേ. അപ്പോൾ ഇതൊക്കെ ഈ ചെടികളൊക്കെ ശരിക്കും നിങ്ങളിത് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും ഇതേത് ചെടിയാണെന്നൊക്കെ ഉള്ളത് അല്ലേ.
പക്ഷേ എനിക്ക് വന്നിട്ട് സ്മെല്ല് ചെയ്യണം എന്ന് വെച്ചാൽ ഇപ്പോൾ പനിക്കൂർക്ക, മുറിവ് പൊടി അങ്ങനെയൊക്കെയാണ് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ തൊട്ട് കഴിയുമ്പോൾ അതിനൊരു ടെക്സ്ചർ കിട്ടും. കണ്ടോ, കാണാൻ പറ്റും, പക്ഷേ ഇത് ഏത് ചെടിയാണെന്നുള്ളത് എനിക്ക് തിരിച്ചും തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം ടെക്സ്ചർ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മണമുള്ള ചെടികളാണെങ്കിൽ അതിൻ്റെ മണം വെച്ചിട്ട് ഇത് ഏത് ചെടിയാണെന്നുള്ളത് മണം ഉണ്ടെങ്കിലും മണം വെച്ചിട്ട് ഇത് ഏത് ചെടിയാണെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഇതിനെ പ്രത്യേകിച്ച് മണമൊന്നുമില്ല, അതുകൊണ്ട് ഏത് ചെടി എനിക്കറിയത്തില്ല. നമ്മുടെ സെഗ്മെൻ്റ് അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ കുറേ ചെടികളുണ്ട് കേട്ടോ. എന്തൊക്കെയോ ചെടികളുടെ ചുറ്റുമുണ്ട്. ഇത് ഏത് ചെടി എന്തൊക്കെ ചെടി എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതാണ് ഇങ്ങനെ എഴുതിട്ട് അങ്ങ് ഏറ്റവും വരെ ചെടികളാണ്. ചെടികളുടെ കൂമ്പാരം തന്നെയുണ്ട്. ഇവിടെ കാണുന്നില്ല. വരുമ്പോൾ തുറക്കാം. ഒരു ചക്കല്ലേ ഉള്ളൂ, അടച്ചേക്കട്ടെ. ഇതുണ്ടോ, കാണുന്നില്ല കേട്ടോ. പോയോ അതില്ലേ? ഇനിയിപ്പോൾ ഇല്ലായിരിക്കും. അവിടെ ഉണ്ടോ? പേടിക്കണ്ട ബാ. നമുക്ക് സൗണ്ട് കേൾക്കുന്നതൊക്കെ ഭയങ്കര പേടിയാണ്. പേടിക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും ഇല്ലായിരിക്കും. ഇപ്പോൾ വരുമായിരിക്കും അമ്മ. ഭയങ്കര വെയിലാണ് പുറത്ത്. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നിപ്പോൾ വേറെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഏതായാലും നമുക്ക് നാളെ കാണാം. ബൈ.